ആധുനിക കാലഘട്ടം പരിശോധിച്ച് നോക്കുമ്പോൾ അപജയങ്ങളുടെ ഒരു കാലഘട്ടമാണ്. വല്ലാത്ത രീതിയിൽ പരാജയ ഭീതിയിൽ മനുഷ്യൻ ആണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആഴങ്ങളുടെ പടുകുഴിയിലേക്ക് മനുഷ്യൻ വീണുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് മനുഷ്യൻ അപജയങ്ങളുടെ കുഴിയിലേക്ക്, ആഴങ്ങളുടെ അനുഭവത്തിലേക്ക് വീണുപോകുന്നു എന്നുള്ളത്. എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ദൈവ സംസർഗത്തിൻ്റെ ഒരു കുറവ് പല സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആഴങ്ങളുടെ പടുകുഴിയിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ്. ദൈവത്തോട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ദൈവ സംസർഗം ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ചിന്തയ്ക്കായിട്ട് ദൈവവുമായിട്ടുള്ള സംസർഗത്തിൻ്റെ ആഴത്തെ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുകയാണ്. പുതിയ നിയമത്തിൻ്റെ 3 ഏടുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആഴമാകുന്ന ദൈവ സംസർഗത്തെ രൂപപ്പെടുത്തുവാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എങ്ങനെയാണ് കഴിയുന്നത് എന്ന് ചിന്തിക്കുവാനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ തലകളെ വണക്കാം, ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, മനോഹരമായ ഈ സായം സന്ധ്യയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ തൃപ്പാദത്തിൽ അടിയങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ പുണ്യവാന്റെ പെരുന്നാൾ അനുഗ്രഹ സമ്പൂർണമായി ആഘോഷിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ നാഥ നീ ബലപ്പെടുത്തണമേ. വചനത്തെ ഖണ്ഡിച്ചു നൽകുവാൻ തക്കവണ്ണം അടിയന്റെ നാവിനെ നീ ബലപ്പെടുത്തണമേ. കേൾക്കുന്ന വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനനുസൃതമായി ജീവിക്കുവാൻ ഈ നിന്റെ ജനത്തെ നീ അവിടുന്ന് പാകപ്പെടുത്തണമേ. നിന്റെ ദൈവികമാകുന്ന നന്മ ഈ പ്രിയപ്പെട്ടവരിൽ അവിടുന്ന് ഉണ്ടാകണമേ. പെരുന്നാളുകൾ അനുഗ്രഹത്തിന് നിദാനമാകണമേ. ആയത് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. ഏതാണ്ട് 3-4 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അവനെ അടൂരിൽ നിന്നും തിരുവനന്തപുരത്തെ ഒരു വലിയ സ്കൂളിൽ ചേർത്തു. സ്വാഭാവികമായും പുതിയ ഒരു സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ അപ്പനും അമ്മയും അവനോട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജൂൺ മാസം 1-ാം തീയതി സ്കൂളിൽ പോയിട്ട് വന്നു കഴിയുമ്പോൾ അവനോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്. എന്തായിരിക്കും? സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ ഉത്തരം എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടോ. നമ്മൾ അല്പം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും എനിക്ക് നിങ്ങളെയൊക്കെ കാണാം, നിങ്ങൾക്ക് എന്നെയും കാണാം. സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? അപ്പൻ്റെ ഊഴമാണ്. അപ്പൻ ചോദിച്ചു, മോനെ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? അവൻ പറഞ്ഞു, അപ്പാ സ്കൂളൊക്കെ അടിപൊളിയാ, സൂപ്പറാണ്. ടീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ട്? ഫ്രണ്ട്സൊക്കെ എങ്ങനെയുണ്ട്? ചോദ്യശകലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അവൻ പറഞ്ഞു, അമ്മേ നല്ല അടിപൊളി ഫ്രണ്ട്സാണ് ഞങ്ങൾക്ക്, സൂപ്പർ ഫ്രണ്ട്സാണ്. അമ്മച്ചിയുടെ ഊഴമായി. അപ്പച്ചനും അമ്മച്ചിയും ചോദിച്ചു, മോനെ നിന്റെ ടീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ട്? അവൻ പറഞ്ഞു, അപ്പച്ച അമ്മച്ചി നല്ല അടിപൊളി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല യോ ടീച്ചേഴ്സ്. കൂട്ടത്തിൽ അവൻ ഒരു കാര്യം കൂടി പറഞ്ഞു, അപ്പച്ച ഞങ്ങൾക്കൊരു മാത്തമാറ്റിക്സ് സാറുണ്ട്, കണക്ക് പഠിപ്പിക്കുന്ന കണക്ക് മാഷ്, നല്ല അടിപൊളി സാറാണ്. സാധാരണ നമുക്ക് ഈ മാത്സ് അത്ര ഇഷ്ടമുള്ള വിഷയമാണോ? ഞാൻ CBSE 11-12 ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രമാത്രം കണക്കിനോട് ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ സാറിനെ ഇഷ്ടപ്പെട്ടു. ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞനുജന് സ്വാഭാവികമായിട്ടും സാറിനെ ഇഷ്ടപ്പെട്ടാൽ വിഷയത്തോടൊരു താല്പര്യം ഉണ്ടാകും, നല്ല മാർക്ക് മേടിക്കുവാൻ സാധ്യതയുണ്ട്. കൊല്ലപരീക്ഷയൊക്കെ കഴിഞ്ഞു.
പരീക്ഷയുടെ മാർക്കൊക്കെ ലഭിച്ചു. പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ വേണ്ടി അപ്പനും അമ്മയും കൂടി സ്കൂളിൽ പോയി. മാർക്കൊക്കെ മറിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചെറുക്കന് കണക്കിന് 100-ൽ 1.5 മാർക്ക്. ജയിച്ചോ തോറ്റോ? നെല്ലിലയിൽ 1.5 മാർക്ക് മേടിച്ചാൽ ജയിക്കുമോ? ഇല്ല, തോറ്റു. അവൻ പറഞ്ഞു, അപ്പാ സ്കൂള് കൊള്ളാം, ടീച്ചേഴ്സ് കൊള്ളാം, സാറ് കൊള്ളാം, ഫ്രണ്ട്സ് കൊള്ളാം, എല്ലാം നല്ല അടിപൊളിയാണ്. പക്ഷെ സ്വന്തം ഫലം വന്നപ്പോൾ അടപടലം, തോൽവിയുടെ പടുകുഴി. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും ഇങ്ങനെയായി തീർന്നിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മുന്നിലുണ്ട്. പക്ഷെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ തോൽവിയുടെ, അപജയങ്ങളുടെ ആഴങ്ങളിൽ നാം ആണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛാ, നമ്മൾ പറയും, അച്ചോ ലൈറ്റ് കൊള്ളാം, പാട്ട് കൊള്ളാം, കുർബാന കൊള്ളാം, റാസ കൊള്ളാം, എല്ലാം കൊള്ളാം, പെരുന്നാൾ കൊള്ളാം, എല്ലാം സൂപ്പറാ. പക്ഷെ സ്വന്തം ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ആത്മീയതയിൽ തോൽവിയുടെ കയങ്ങളിലേക്ക് ഞാനും നിങ്ങളും വീണുകൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അപജയങ്ങൾ എപ്പോഴോ എങ്ങനെയോ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവ സംസർഗത്തിന്റെ ആഴം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു. ടാബ്ലറ്റ് പരിചയപ്പെടുത്തി, കമ്പ്യൂട്ടർ പരിചയപ്പെടുത്തി, ഐപോഡ് പരിചയപ്പെടുത്തി, ഐപാഡ് പരിചയപ്പെടുത്തി, മൊബൈൽ പരിചയപ്പെടുത്തി. പ്രിയമുള്ളവരെ, എത്ര പേർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് അന്ന് അവശേഷിച്ചിരുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയും, ദൈവ സംസർഗത്തിന്റെ ആഴത്തെ നഷ്ടപ്പെടുത്തിയാൽ ജീവിതത്തിൽ അപജയങ്ങളുടെ ആഴങ്ങളിലേക്ക് വീണു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ദൈവ സംസർഗത്തെ പറ്റി അല്പസമയം ചിന്തിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. സാധാരണയായി ഞങ്ങൾ ഈ അധ്യാപകരെ പഠിപ്പിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കാൻ വരുന്ന വിഷയത്തെ ഒന്ന് ഡിഫൈൻ ചെയ്യാറുണ്ട്, നിർവചിക്കാറുണ്ട്, നിർവചനം കൊടുക്കാറുണ്ട്. മാത്തമാറ്റിക്സ് ആണെങ്കിൽ ഞങ്ങൾ ഫോർമുലാസ്, സൂത്രവാക്യങ്ങൾ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ നമുക്കൊന്ന് നിർവചിക്കാം, എന്താണ് ഈ ദൈവ സംസർഗം എന്നുള്ളത്. എന്താ ഈ ദൈവ സംസർഗം? നിങ്ങൾക്ക് പല ഉത്തരങ്ങൾ കാണാൻ സാധ്യതയുണ്ട്, അല്ലേ? എന്താ ഈ ദൈവ സംസർഗം എന്ന് ചോദിച്ചാൽ, ദൈവത്തോടുള്ള സംസാരം എന്ന് പറയാം, പ്രാർത്ഥന എന്ന് പറയാം, ആരാധന എന്ന് പറയാം. പല രീതിയിൽ ഈ ദൈവ സംസർഗത്തെ വ്യാഖ്യാനിക്കുവാൻ ഞാനും നിങ്ങളും ശ്രമിക്കാറുണ്ട്. പക്ഷേ ദൈവ സംസർഗത്തിന് നിർവചനം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയും, ടു ഷെയർ ദ ഷോൾഡേഴ്സ്. ചുമടുകൾ കൈമാറുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ദൈവ സംസർഗം. കർത്താവ് താൻ പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവസന്നിധിയിലേക്ക് വന്ന് നമ്മുടെ ചുമടുകളും ഭാരങ്ങളും ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ദൈവ സംസർഗം. ഷെയറിംഗ് ദ ഷോൾഡേഴ്സ്. ചുമടുകൾ കൈമാറി വെക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അവിടെയാണ് യഥാർത്ഥ ദൈവ സംസർഗത്തിന്റെ ആഴത്തെ എനിക്കും നിങ്ങൾക്കും കുറിക്കുവാനായിട്ട് കഴിയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവ സംസർഗത്തിന്റെ ആഴം ചുമടുകൾ കൈമാറുന്ന ഒരു ദൈവിക അനുഭവമായിട്ട് മാറിത്തീരട്ടെ. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് ഇപ്രകാരം കടന്നു വന്ന 2 മനുഷ്യരെയാണ് ആദ്യത്തെ ഭാഗത്ത് പരിചയപ്പെടുത്തുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. 2 മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ
ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ആലയത്തിന്റെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന 2 വ്യക്തിത്വങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ 2 വ്യക്തിത്വങ്ങൾ. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ കർത്താവ് ഈ ഭാഗത്ത് കപടഭക്തിയെ പറ്റിയും സ്വയം നീതീകരിക്കുന്നതിനെ പറ്റിയുമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ 2 പേരുടെ ഉപമ കർത്താവ് തന്റെ ജനത്തോടും ശിഷ്യന്മാരോടും കൂടി പറയുവാൻ ഇടയായി തീർന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 17-18 അധ്യായങ്ങൾ ആഴമായി പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതിന് വ്യക്തമാകുന്ന ഒരു സന്ദേശത്തെ, ആമുഖത്തെ തന്നെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആരാണ് ഭക്തനെന്നും ആരാണ് കപടഭക്തനെന്നും യഥാർത്ഥമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. എന്താണ് ഭക്തി എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഉപമയുടെ ആഴത്തിലേക്കും പ്രാർത്ഥിക്കുവാൻ വന്നതായ സന്ദർഭ അതിന്റെ വ്യാഖ്യാനത്തിലേക്കും പ്രവേശിക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ആരാണ് ഭക്തൻ? ഇന്ന് ഭക്തി എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ എടുത്തണിയുകയും ആവശ്യമില്ലാത്തപ്പോൾ ഊരി വെക്കുകയും ചെയ്യുന്ന ഒന്നായിട്ട് ഭക്തിയുടെ തലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടയ്ക്ക് ഒരു ലേഖനം വായിക്കുവാനായിട്ട് കഴിഞ്ഞു. ഒരു മനുഷ്യൻ ഭക്തരായ മനുഷ്യരെ പറ്റി വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഭക്തിയുള്ള മനുഷ്യനെ പറ്റി ഒരു ടോർച്ചിനോടാണ് ഈ ലേഖകൻ ഉപമിച്ചിരിക്കുന്നത്. ഇന്ന് നാം കാണുന്ന ചാർജ് ചെയ്യുന്ന ടോർച്ചല്ല, പണ്ടൊക്കെ നമ്മുടെ കൈകളിൽ ഉണ്ടായിരുന്ന ബാറ്ററി ഇടുന്ന സ്റ്റീൽ കോട്ടിംഗ് ഉള്ള ടോർച്ച്. എന്താണ് അതിന്റെ പ്രത്യേകത? 3 ബാറ്ററി ഇട്ടാൽ ആദ്യ ദിവസം ഈ നല്ല പ്രദേശം മുഴുവൻ ആ ടോർച്ച് ഉപയോഗിച്ച് പ്രകാശം കാണുവാനായിട്ട് കഴിയും. 1-2 ആഴ്ചകൾ കഴിഞ്ഞാലോ പ്രകാശത്തിന് അല്പം ഒരു കുറവുണ്ടാകും. അത്യാവശ്യം ഇതിന്റെ പുറകുവശം വരെ, ബാക്ക് വരെ കാണുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ 1-2 മാസങ്ങൾ കഴിഞ്ഞാലോ ഇതിന്റെ ഉള്ളിൽ ബൾബുണ്ടോ എന്ന് ചൂട്ട് കത്തിച്ച് നോക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഭക്തിയുടെ തലങ്ങളെ ഈ ടോർച്ചിനോട് ഈ മനുഷ്യൻ ഉപമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പെരുന്നാളുകൾ, ഉപവാസങ്ങൾ, നോമ്പുകളൊക്കെ കടന്നു വരുമ്പോ ഭക്തിയുടെ പാരമ്യത്തിലാണ്. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോ ഭക്തിയുടെ അളവും അതിന്റെ പാരമ്യവും കുറഞ്ഞു വരുന്നതായി കാണുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ ലേഖകൻ ഭക്തിയെ ഈ ടോർച്ചിന് സമമായി ഉപമിച്ചിരിക്കുന്നത്. ഭക്തിയുടെ തലം ആവശ്യമുള്ളപ്പോൾ അണിയുകയും ആവശ്യമില്ലാത്തപ്പോൾ ഊരിവെക്കുകയും ചെയ്യുന്ന തലം. എന്നാൽ കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത് ഭക്തനായ മനുഷ്യനോടൊപ്പം ആരാണ് കപടഭക്തൻ എന്നുള്ളതും കൂടിയാണ്. യഥാർത്ഥത്തിൽ ആരാണ് കപടഭക്തൻ എന്ന് ചോദിച്ചാൽ, ഗ്രീക്ക് പഠിക്കുമ്പോ അല്ലെങ്കിൽ ഈ വേദപുസ്തക എഴുതിയിരിക്കുന്ന, പുതിയ നിയമം എഴുതിയിരിക്കുന്നതായ ഭാഷ, അത് പഠിക്കുമ്പോൾ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. അത് ഹിപ്പോക്രിറ്റിക് എന്നൊരു വാക്കാണ്. ഇംഗ്ലീഷിലും ഹിപ്പോക്രിറ്റിക് എന്നൊരു വാക്കാണ് ഈ കപടഭക്തന് തുല്യമായി എഴുതപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഹിപ്പോക്രിറ്റിക്? ഹിപ്പോക്രിറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രമാണ്. ഈ കഥാപാത്രത്തിന്റെ പ്രത്യേകത, ഗ്രീക്ക് നാടകങ്ങളിലെ ഒരു കഥാപാത്രം. ഈ കഥാപാത്രം സ്വന്തം മുഖമല്ല ഈ നാടകങ്ങളിൽ കാണിക്കുന്നത്. മറ്റൊരു മുഖമായിട്ട് ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഈ നാടകത്തിന്റെ സ്റ്റേജിലേക്ക് കയറി വന്ന് അവിടെ അഭിനയിക്കുന്ന കഥാപാത്രത്തിന്റെ പേരാണ് ഹിപ്പോക്രിറ്റിക് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഹിപ്പോക്രിറ്റിക് എന്ന വാക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോ കപടഭക്തി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ യഥാർത്ഥ അർത്ഥം അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിനയത്തിന്റെ ഒരു പടവായിട്ട് തന്നെ ഈ കപടഭക്തിയുടെ രൂപത്തെ ദർശിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ അല്പം കൂടി വിശദമായിട്ട്, കൊളോക്കിയലായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാണ് കപടഭക്തൻ? മറ്റൊരു മുഖവുമായിട്ട് നിന്റെ സന്നദ്ധിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവരെ ഈ കപടഭക്തർ എന്ന് പറയുവാൻ കഴിയുക. കുറച്ചുകൂടി മനസ്സിലാക്കി പറഞ്ഞാൽ, നാവിൽ നിന്നും സ്തോത്രം വരും,
മനസ്സിൽ നിന്നും സ്തോത്രം വരും. നാവിലെ സ്തോത്രവും മനസ്സിലെ സ്തോത്രവും ചേരുന്നവരെയാണ് ഭക്തരെന്ന് പറയുക. എന്നാൽ കപടഭക്തരാരാ? നാവിൽ സ്തോത്രമുണ്ടെങ്കിലും മനസ്സിൽ സൂത്രം പ്രയോഗിക്കുവാൻ സാധ്യതയുള്ളവരാണ്. ആര്? ഈ കപടഭക്തർ. അതുകൊണ്ട് നാം ഒന്ന് ചിന്തിക്കുക, നാവിൽ സ്തോത്രമുണ്ടെങ്കിലും കുടുംബത്തിലും സമൂഹത്തിലും മനസ്സിലെ സൂത്രം നീ പ്രയോഗിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ കപടഭക്തിയുടെ തലത്തിലാണ് ഞാനും നിങ്ങളും ദേവാലയത്തിന്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ നിൽക്കുന്നതെന്ന് ചിന്തിക്കുക. ഇവിടെ ഇതാ കപടഭക്തരായ മനുഷ്യരെ പറ്റി തമ്പുരാൻ പഠിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോ 2 മനുഷ്യരെ പറ്റിയാണ് കർത്താവ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒന്നാമതായിട്ട് പരീശനായ മനുഷ്യൻ, 2 ചുങ്കക്കാരനായ മനുഷ്യൻ. എന്താണ് പരീശന്റെ പ്രത്യേകത? 2 പേരുടെയും പ്രത്യേകത പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ വന്നു എന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത് അല്ലേ? എന്തിനാ അവൾ പള്ളി വന്നത്? ഒന്ന് പറഞ്ഞേ, എന്തിനാ പള്ളി വന്നത്? എന്തിനാ വന്നത്? പ്രാർത്ഥിക്കാൻ. ഇങ്ങനെയാണ് ഞാനും നിങ്ങളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ വീണ്ടും നമ്മൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ പരീശൻ നിന്നുകൊണ്ട് ഇങ്ങനെ എഴുതി, ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്നുവെങ്കിലും വേദപുസ്തകം രേഖപ്പെടുത്തുകയാ, പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ. ഈ തന്നോട് തന്നെ സംസാരിക്കുന്ന പ്രക്രിയക്ക് നമ്മൾ ഒരു പേര് പറയും. എന്താ പേര്? തന്നോട് തന്നെ നമ്മൾ സംസാരിക്കുന്നതിന് നമുക്ക് എന്താ പറയാൻ കഴിയുക? നിങ്ങൾ ആരും എന്താ ഒന്നും മിണ്ടാത്തെ? തന്നെ നമ്മുടെ ജീവിതത്തിൽ, ഭവനത്തിൽ രാവിലെ 7 മണിക്ക് തന്നെ സംസാരിക്കുന്ന ഒരു ജീവി വീട്ടിലുണ്ട്. ആരാ? രാവിലെ 7 മണിക്ക് 3-4 പൊതിയൊക്കെ കെട്ടുന്ന വീടാണെങ്കിൽ പാത്രങ്ങളൊക്കെ ഇങ്ങനെ പറന്നു കിടക്കും. തന്നെ സംസാരിച്ചു. നിങ്ങളുടെ ആരുടെയും വീട്ടിലല്ല, എൻ്റെ വീട്ടിലാണെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ആരുടെ വീട്ടിലിങ്ങനെ ആരാ തന്നെ സംസാരിക്കുന്നത്? ആരാ? അമ്മ അല്ലേ? അപ്പൊ അമ്മ തന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? പെറുപിറുക്കുക. തന്നോട് തന്നെ സംസാരിക്കുന്ന പ്രക്രിയക്ക് നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന പേരാണ് എന്താ? അപ്പൊ നിങ്ങൾ പറ, പരീശൻ പ്രാർത്ഥിക്കുകയായിരുന്നു. വേദപുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. തന്നോട് തന്നെ സംസാരിക്കുക. എന്താ ഇനി തന്നോട് തന്നെ സംസാരിക്കുന്നത്? അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പരീശൻ തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ഈ മനുഷ്യന്റെ കണ്ണുകൾ എവിടേക്കാ പോയത്? ഈ മനുഷ്യന്റെ കണ്ണുകൾ എവിടേക്കാ പോയത്? ചുറ്റുപാടിലേക്കും അവന്റെ കണ്ണുകൾ പോകുകയാ അല്ലേ? ഈ നിൽക്കുന്ന ശേഷം ജനങ്ങളെ പോലെയോ, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ, അപ്പുറത്ത് നിൽക്കുന്ന അവറാച്ചാനെ പോലെയോ, ഇപ്പുറത്ത് നിൽക്കുന്ന മറിയാമ്മ ചേച്ചിയെ പോലെയോ, അപ്പുറത്ത് നിൽക്കുന്ന യോനാച്ചാനെ പോലെയോ. ഈ പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊട്ടേഷൻ ഒന്നും കൊടുക്കരുത്. ഞാൻ വെറുതെ 4 പേര് പറഞ്ഞതേ ഉള്ളൂ. ഇവരാരെയും പോലെയല്ല ഞാനാണ് ഈ പഞ്ചായത്തിലെ നീതിമാനായ മനുഷ്യൻ. ഇതാരാ പറഞ്ഞത്? പരീശൻ. എന്ന് പറഞ്ഞാൽ പരീശൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു, അതോ ഞാനാണ് നീതിമാൻ എന്ന് ദൈവസന്നിധിയിൽ സമർത്ഥിക്കുകയായിരുന്നു? ഏതായിരുന്നു ചെയ്തത്? രണ്ടാമത്തേതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായി. വേദപുസ്തകം പറയുന്നു, പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ചുറ്റുപാടുകളൊക്കെ നോക്കി, ഞാൻ അവരാരെയും പോലെയല്ല, ഞാനാണ് നീതിമാൻ എന്ന് സമർത്ഥിക്കുകയാണ്. അവൻ കൊടുക്കുന്നത് ഒരു CV-യാ. എന്താ CV? കരിക്കുലം വിറ്റേ. കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുവാൻ, ജോലിക്ക് വേണ്ടി പോകുമ്പോ പഠനമൊക്കെ കഴിഞ്ഞ് ഒരു CV തയ്യാറാക്കാറുണ്ട്, ഒരു പ്രൊഫോമ. അവരുടെ ക്വാളിഫിക്കേഷൻസ് എഴുതാറുണ്ട്, അവരെ പറ്റിയുള്ള പോസിറ്റീവായ കാര്യങ്ങൾ എഴുതാറുണ്ട്. ഇത് മുഴുവനും ജോലിക്ക് പോകുന്ന ഇന്റർവ്യൂ ബോർഡിൽ സമർപ്പിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു CV-യാണ് ഈ പരീശനായ മനുഷ്യൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. എന്റെ ചോദ്യം, ദൈവത്തിന് നമ്മുടെ CV ആവശ്യമാണോ എന്നുള്ളതാണ്. ഈ ലോകത്തിലേക്ക് എന്നെയും നിങ്ങളെയും ദൈവം ആക്കിയിരിക്കുന്നത് അവന് വ്യക്തമായിട്ടറിയാം ഞാനും നിങ്ങളും എവിടെയാണ് എന്നുള്ളത്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം കാണുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ നീ പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു.
എന്ന് പറഞ്ഞാൽ നമ്മെ അറിഞ്ഞ് വിശുദ്ധീകരിച്ചവനായ ഒരു തമ്പുരാൻ നമുക്കുണ്ട് എങ്കിൽ എന്റെയും നിങ്ങളുടെയും CV ദൈവസന്നിധിയിൽ ആവശ്യമില്ല. പരീക്ഷനായ മനുഷ്യൻ കേവലം CV ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ശ്രമിച്ചതായിട്ട് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ യോഗ്യതകളെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ച ഒരു മനുഷ്യൻ. പക്ഷേ ചുങ്കക്കാരൻ എന്താ ചെയ്തെന്നറിയാമോ? ചുങ്കക്കാരൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാ, ദൈവമേ പാപിയായ എന്നോട് പാപിയായ എന്നോട് കരുണ തോന്നേണമേ. ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നേണമേ എന്ന് പറഞ്ഞാൽ ചുങ്കക്കാരനായ മനുഷ്യൻ തന്റെ അയോഗ്യതയാ, ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ടുള്ള യോഗ്യത എനിക്കില്ല എന്ന് സമർത്ഥിക്കുന്നവനാണ് ആര്? ചുങ്കക്കാരനായ മനുഷ്യൻ. ദൈവത്തിന് ഇഷ്ടം ആരെയാണെന്നറിയാമോ? ദൈവത്തിന് ഇഷ്ടം പാപികളെയാ, പ്രിയമുള്ളവരെ, അല്ലേ? ദൈവസന്നിധിയിൽ നമ്മുടെ CV മുഴുവൻ സമർപ്പിച്ച് ഞാൻ നീതിമാനാകുന്നുവെന്ന് ചുറ്റുപാട് നോക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ സമർത്ഥിക്കുന്നവനെ അല്ല, ദൈവത്തിന് ഇഷ്ടം പാപികളെയാം. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാ ഈ ലോകത്ത് തമ്പുരാൻ 2 തവണ ഈ ഭൂമിയിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. ദൈവം 2 തവണ ഭൂമിയിൽ നടക്കുന്നുണ്ട്. എപ്പോഴൊക്കെയാണെന്ന് പറയാമോ? ദൈവം എപ്പോഴൊക്കെയാ ഭൂമിയിൽ നടക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ ദൈവം ഏദൻ തോട്ടത്തിൽ നടക്കുന്ന ഒച്ച ആര് കേട്ടു? ആദം. എന്ന് പറഞ്ഞാൽ വെയിലാറിയ നേരത്ത് ആദമും ഹൗവ എന്ന കുടുംബത്തിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. ദൈവം നടക്കുന്ന ഒച്ച ആര് കേട്ടു? എന്തിന് ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്നു എന്ന് ചോദിച്ചാൽ ദൈവം ഒരു പാപിയെ തേടിയാ ഇറങ്ങി വന്നത്. ആരായിരുന്നു ആ പാപി? ആദം എന്ന പാപിയെ തേടിയ ദൈവം ഇറങ്ങി വന്നത്. ആദം എന്താ ചെയ്തത്? ആദം ഒരു പാപം ചെയ്തു. ആദം ചെയ്തത് അനുസരണക്കേടായിരുന്നോ എന്ന് ഞാൻ നിങ്ങളും വിചാരിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയും, ആദം ചെയ്ത ആദ്യ പാപം അവിശ്വാസത്തിന്റെ ഒരു പാപമായിരുന്നു. അവിശ്വാസിയായ മനുഷ്യനെ വിശ്വാസിയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ, പാപബോധം ഉളവാക്കുവാൻ സർവശക്തനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. പ്രിയമുള്ളവരെ, എന്തായിരുന്നു ആദം ചെയ്ത ആദ്യ പാപം? അവിശ്വാസം. ദൈവം പറഞ്ഞു, ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ പിശാച് പറഞ്ഞു, ഈ പഴം ഭക്ഷിച്ചാൽ നീ ജീവിക്കും. ആരെ പോലെയാകണം? ദൈവത്തെ പോലെയാകുവാൻ, ജീവിക്കുവാൻ, ഈ പഴത്തെ തിന്നുവാനായിട്ട് അവൻ ശ്രമിക്കുകയെ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ദൈവത്തെ അവിശ്വസിക്കുകയും പിശാചിനെ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. പിശാചിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ അവിശ്വസിക്കൊണ്ട് ഞാൻ പറയും, ആദം ചെയ്ത ആദ്യ പാപം അവിശ്വാസം. അങ്ങനെ പഴം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോ പാപിയായവൻ മാറ്റപ്പെട്ടു. ഉടനെ തമ്പുരാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ആദത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും വളരെ പ്രസക്തമായി നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം, ആദം വേർ ആർ യു? ദൈവം ആദത്തോട് ചോദിക്കുകയാ, ആദം വേർ ആർ യു? ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ദൈവത്തിന് ഒരിക്കലും ആദത്തോട് ഈ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം എവിടെയാണ് ആദം ഇരിക്കുന്നതെന്ന്, ഏത് തേക്കിന്റെ മറവിലാണ് ആദം ഒളിച്ചിരിക്കുന്നതെന്ന് ദൈവത്തിന് നല്ലവണ്ണം അറിയാമായിരുന്നു. പക്ഷെ ദൈവം ചോദിക്കുന്നു, ആദമേ, ആദമേ, നീ എവിടെ? കാരണം ആദത്തിനൊരു പാപബോധം ഉളവാക്കുവാൻ വേണ്ടി സൃഷ്ടി ഒരു ചോദ്യം ചോദിക്കുകയാണ്. സൃഷ്ടാവ് ഒരു ചോദ്യം ചോദിക്കുകയാ സൃഷ്ടിയോട്. സൃഷ്ടിക്കൊരു പാപബോധം ഉണ്ടാക്കുവാൻ വേണ്ടി അങ്ങനെ ഈ ലോകത്തിലേക്ക് പിതാവാം ദൈവം ദൈവമായി ഒരു പാപിയെ തേടി ഭൂമിയിലേക്ക് വന്നു. ആദം എന്ന പാപിയെ തേടി. അതുകൊണ്ട് ഞാൻ പറയും, ദൈവത്തിന് ഇഷ്ടം പാപികളെയാ. പാപികളെ തേടി വരുന്നവനാണ് തമ്പുരാൻ. രണ്ടാമതായിട്ട് ഈ ലോകത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നു. അതെപ്രകാരമാ? ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുകയാ. ആരെ തേടിയാണ്? എന്നെയും നിങ്ങളെയും തേടി. അതാണ് ക്രിസ്മസ്. ഭൂമിയിൽ അവൻ ഉണ്ണിയേശുവായിട്ട് അവതരിക്കുകയാണ്. ഈ ലോകത്തിലേക്ക് എന്തുകൊണ്ട് വന്നു? പാപത്തിന്റെ ഓളത്തിലായിരിക്കുന്ന എന്നെയും നിങ്ങളെയും അവനോട് കൂടെ ചേർക്കുവാൻ. അതുകൊണ്ട് ഒന്ന്, പിതാവാം ദൈവമായിട്ട് അവൻ ഭൂമിയിലേക്ക് വന്നു. രണ്ട്, പുത്രനാം തമ്പുരാനായിട്ട്
ഭൂമിയിലേക്ക് വന്നു. രണ്ടും വന്നത് പാപികളെ ചേർത്തുകൊള്ളുവാൻ വേണ്ടിയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് ഇഷ്ടം പാപികളെയാ. അതുകൊണ്ട് നീ നിന്റെ അയോഗ്യത ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ നിന്നെ തേടി ഇറങ്ങി വരുന്നവനായ ഒരു ദൈവമുണ്ട് പ്രിയമുള്ളവരെ. ആ ദൈവത്തെയാണ് യഥാർത്ഥത്തിൽ ചുങ്കക്കാരനായ മനുഷ്യൻ കാണുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. എന്താ പ്രാർത്ഥിച്ചത്? പാപിയായ എന്നോട് കരുണ തോന്നണമേ. വളരെയേറെ പ്രസക്തിയുള്ള വാക്കുകളാണ് ഇന്ന് കരുണയും കൃപയും എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം, അവൻ പ്രാർത്ഥിക്കുകയാ, കരുണ തോന്നണമേ. ഞങ്ങൾ വൈദികരൊക്കെ പ്രഭാ നമസ്കാരം നടക്കുമ്പോൾ മദ്ബഹായ്ക്ക് അകത്തേക്ക് കയറി പോകാറുണ്ട്. എന്തിനാ കയറി പോകുന്നത്? ഒരു ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നുണ്ട്. അതാണ് തുയ്യോബോ ശുശ്രൂഷ. എന്താ തുയ്യോബോ എന്ന വാക്കിനർത്ഥം? ഒരുക്ക ശുശ്രൂഷ. വിശുദ്ധ കുർബാനയ്ക്ക് മുൻപുള്ള ഒരുക്കമ. ഒരു കയ്യിൽ തക്സയുണ്ട്, മറുകൈയിൽ മറ്റൊരു പുസ്തകമുണ്ട്. രോഗികൾ, അപേക്ഷകൾ വാങ്ങിപ്പോയവർ, അവർക്ക് വേണ്ടി ദൈവത്തോട് ഒരുക്ക ശുശ്രൂഷ മുതൽ കരുണയാചിക്കുകയാണ്. പക്ഷേ പ്രിയമുള്ളവരെ, നിർഭാഗ്യമെന്ന് പറയട്ടെ, പലപ്പോഴും പേരുകൾ എഴുതി കൊടുക്കുമെങ്കിലും ഞാനും നിങ്ങളും ഈ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നല്ലിലയിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും പ്രഭാത നമസ്കാരത്തിന് ഉണ്ട്. പേരെഴുതി കൊടുത്തവരൊക്കെ ഈ പുരോഹിതൻ കരുണയാചിക്കുമ്പോൾ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സക്രിയ പുരോഹിതൻ പ്രാർത്ഥിക്കുവാൻ, ധൂപമർപ്പിക്കുവാൻ ആലയത്തിന് അകത്തേക്ക് പ്രവേശിച്ചപ്പോ താഴെ ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയോടുകൂടി ദൈവമേ കരുണ തോന്നണമെന്ന് യാചിക്കുന്ന ഒരു ആരാധനാ വൃന്ദത്തെയാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാന അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ചൊല്ലുന്നു, അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. എന്റെ പൊന്നച്ച, ഇതൊന്നും ചൊല്ലുവാനായിട്ട് ഞങ്ങൾക്ക് സമയമില്ല. പക്ഷെ അവസാനം കൊടുക്കുന്ന കൃപയുണ്ടല്ലോ, അതൊരു ടിപ്പർ നിറയെ ഞങ്ങൾക്ക് വേണം. കരുണയാചിക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. അവസാനം കൊടുക്കുന്ന കൃപ, അതൊരു ടിപ്പർ നിറയെ ഞങ്ങൾക്ക് വേണം. പ്രിയമുള്ളവരെ, കരുണയാചിക്കേണ്ട സമയത്ത് കരുണയാചിച്ചാൽ കൃപ ലഭിക്കേണ്ട സമയത്ത് കൃപ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചുങ്കക്കാരനായ മനുഷ്യൻ കരുണയാചിക്കേണ്ട സമയത്ത് കരുണയാചിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതാണ് കൃപയുടെ ബഹുത്വത്തിലേക്ക് അവനെ പിന്തിരിപ്പിക്കുവാൻ, അവനെ ചേർത്ത് നിർത്തുവാൻ ഇടയാക്കി തീർന്നിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ക്രൗഡ് എന്നൊരു വാക്കുണ്ട്. ഇംഗ്ലീഷിൽ ക്രൗഡ്, പുരുഷാരം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 ഗ്രീക്ക് വാക്കുകൾ ഈ ക്രൗഡിനുണ്ട്. ഒന്നാമതായിട്ട് ഒക്കുലോസ് എന്നൊരു വാക്കാണ്. ഒക്കുലോസ് എന്ന് പറഞ്ഞാൽ പുരുഷാരം, ക്രൗഡ് എന്നൊരു വാക്കാണ്. രണ്ടാമത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്കുണ്ട്, കൊയിനോണിയ. അതിനർത്ഥം ഫെലോഷിപ്പ് എന്നാണ്. എന്താണ്? കൂട്ടം അല്ലെങ്കിൽ ഒക്കുലോസ്, ക്രൗഡ്. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് കളർ, മതത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളിൽ, അത് നിറമോ കാസ്റ്റോ എന്തുമായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള വലിയൊരു പുരുഷാരത്തിന്റെ അനുഭവത്തിലായുള്ളതിനെയാണ് ഒക്കുലോസ് എന്ന് പറയുക. നാം ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ ടൗണിൽ ആക്സിഡന്റ് ഉണ്ടായാൽ അവിടെ അനേകം പേർ കൂടി വരുവാൻ സാധ്യതയുണ്ട്. പല അഭിപ്രായങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ആ കൂട്ടത്തെയാണ്, ആ പുരുഷാരത്തെയാണ് ഒക്കുലോസ് എന്ന് പറയുക. പക്ഷെ ഇന്ന് ഞാനും നിങ്ങളും ഈ ദേവാലയ അങ്കണത്തിൽ കൂടിയിരിക്കുമ്പോ നമ്മുടെ കൂട്ടത്തിന് കൊടുക്കുവാൻ പറയുന്ന പേരാണ് കൊയിനോണിയ. ദിസ് ഇസ് എ ഫെലോഷിപ്പ്. ഞാൻ പറയും, കൂട്ടത്തിൽ നിന്നും കൂട്ടായ്മയിലേക്കുള്ള ഒരു യാത്ര ഞാനും നിങ്ങളും ആരംഭിക്കണം. പ്രിയമുള്ളവരെ, ചുങ്കക്കാരൻ കൂട്ടത്തിന് നടുവിൽ നിന്നവനായിരുന്നു. എന്തായിരുന്നു ചുങ്കം പിരിക്കുക എന്ന് പറഞ്ഞാൽ? കൂട്ടത്തിന്റെ മധ്യത്തിലേക്ക് ചെന്ന് കൂട്ടത്തിൽ നിന്നും ചുങ്കം പിരിക്കുവാൻ തക്കവണ്ണം വിധിക്കപ്പെട്ടവൻ, കടമപ്പെട്ടവനായിരുന്നു ചുങ്കക്കാരൻ. പക്ഷെ ദേവാലയത്തിലേക്ക് വന്നപ്പോ അവന്റെ കൂട്ടം ഒക്കുലോസിൽ നിന്നും കൊയിനോണിയ, ഫെലോഷിപ്പിന്റെ തലത്തിലേക്ക് അവൻ മാറുകയും അതാണ് ദൈവമേ കരുണ തോന്നണമേ എന്ന് അവനെ കൊണ്ട് പറയിക്കുവാൻ കാരണമായി തീരുന്നത്. അതുകൊണ്ട് ചുങ്കക്കാരനെ പോലെ ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് ഉറച്ചു പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നിന്നും കൂട്ടായ്മയിലേക്കുള്ള പ്രയാണമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, ദൈവ സംസർഗം എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ നിന്നും കൂട്ടായ്മയിലേക്കുള്ള പ്രയാണമാം. ദേവാലയത്തിൽ വരുമ്പോ ഒരേ ചിന്തയോടുകൂടി ഒരേ ദിശയിലേക്ക് നോക്കി
ദൈവത്തെ ആരാധിക്കുന്ന, ഒരേ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഞാനും നിങ്ങളും. അവിടെ കലഹമുണ്ടാകരുത്. കൂട്ടത്തിൽ കലഹമുണ്ടായേക്കാം, കൂട്ടായ്മയിൽ കലഹമുണ്ടാകുവാൻ പാടില്ല. കൂട്ടായ്മയിൽ കലഹത്തെ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൂട്ടത്തിൽ നിന്നും കൂട്ടായ്മയിലേക്ക്, ഒക്കിലോസിൽ നിന്നും കൊയിനോണിയിലേക്കുള്ള ഒരു ജൈത്രയാത്രയാണ് യഥാർത്ഥത്തിൽ ദൈവ സംസർഗം എന്ന് പറയുന്നത്. ആദ്യ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവം കർത്താവ് പഠിപ്പിക്കുന്ന വേദഭാഗമാണ്. ഈ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്കൊന്നും പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ്. അതുകൊണ്ട് ആദ്യത്തെ ഭാഗത്തിലൂടെ ഞാനും നിങ്ങളും പഠിച്ചത് ചുങ്കക്കാരനെ പോലെ കൂട്ടത്തിൽ നിന്ന് കൂട്ടായ്മയിലേക്കുള്ള പ്രയാണമാണ് ദൈവ സംസർഗമെന്ന്. രണ്ടാമതായി ആരോട് പ്രാർത്ഥിക്കണമെന്നുള്ളത് നാം ചിന്തിക്കുവാൻ ശ്രമിക്കുകയാണ്. ചില പ്രഖ്യാപനങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ചില പ്രഖ്യാപനത്തിന്റെ അന്തരാത്മാവ് ഈ 3 വാക്കുകളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. യഹൂദന്മാരുടെ നിയമത്തിൽ ദ 3 pillars ഓഫ് ജൂവിഷ് സ്പിരിച്വാലിറ്റി, യഹൂദന്മാരുടെ ആത്മീയതയിൽ 3 തൂണുകൾ ഉണ്ടായിരുന്നു. മറന്നു പോകരുത്. 1 പ്രാർത്ഥന, 2 ഉപവാസം, 3 ദാനധർമ്മം. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ദ 3 pillars ഓഫ് ജൂവിഷ് സ്പിരിച്വാലിറ്റി, പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. നാം ആദ്യം എടുത്ത വേദഭാഗത്തിൽ പരീക്ഷനായ മനുഷ്യൻ ദാനധർമ്മം ചെയ്യുന്നുണ്ട്, അല്ലേ? ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ദാനധർമ്മം ചെയ്യുന്നുണ്ട്, ഉപവാസം നടത്തുന്നുണ്ട്. പക്ഷെ അവൻ അറിയാൻ വയ്യാതെ പോയ ഒറ്റ കാര്യം, അത് പ്രാർത്ഥന മാത്രമാണ്. അതുകൊണ്ടാണ് ആദ്യ ഭാഗത്ത് അവൻ ദൈവസന്നിധിയിൽ വരുന്നുവെങ്കിലും പരാജിതനായി പോകുവാൻ കാരണമായി തീരുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. കർത്താവിന് ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലും ഈ കർത്തൃപ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ 3 വാക്കുകളാം. പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. 3 പ്രഖ്യാപനങ്ങൾ ഈ വാക്കുകളിൽ, ഈ പ്രാർത്ഥനയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ ഇതിനെ ഒന്ന് റിവേഴ്സ് ചെയ്യുകയാണ്. നിങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് പറയണം. പിതാവേ. ഒന്ന് ഉറച്ചു പറഞ്ഞേ. പിതാവേ. ഒന്നുറച്ചു പറഞ്ഞേ. ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്നോട് പറഞ്ഞേ. പിതാവേ, ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിതാവേ, ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. 3 പ്രഖ്യാപനങ്ങളുടെ ആഴം ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒന്നാമതായി നമുക്ക് ചിന്തിക്കാം, പിതാവേ. ആർക്കാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുക? ആർക്കാ? മക്കൾക്കാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുക. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ നാം നോക്കുമ്പോൾ ഏങ്ങലടിച്ചു കഴിഞ്ഞ ഒരു ഇസ്രായേൽ ജനമുണ്ട്, അല്ലേ? ദൈവം തന്നെ സ്വന്തം ജനമെന്ന് രേഖപ്പെടുത്തിയ ഇസ്രായേൽ ജനമുണ്ട്. ദൈവം കൊടുത്ത ലേബലായിരുന്നു എന്റെ സ്വന്തം ജനമുള്ളത്. ഏങ്ങലടിച്ച ഈ മക്കൾ കരയുകയാ, പിതാവേ എന്ന് വിളിച്ചുകൊണ്ട്. ദൈവത്തിന് അനേകം പേരുകളുണ്ട്, അല്ലേ പ്രിയമുള്ളവരെ? ദൈവത്തിന് എത്ര പേരുകളുണ്ട്? പോട്ടെ, നമുക്ക് എത്ര പേരുണ്ട്? ഈ ലോകത്ത് നമുക്ക് എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഒന്ന് പറ. സർട്ടിഫിക്കറ്റിൽ ഇടുന്ന ഒരു പേരുണ്ട്. മാമോദീസായിക്ക് അച്ഛനിടുന്ന ഒരു പേരുണ്ട്. തീർന്നോ? 2 പേരേ ഉള്ളോ? 2 പേരേ ഉള്ളോ? വീട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്. അക്കു, ചിക്കു, മക്കു, കുക്കു, ബിക്കു, ഡിക്കു. ഓക്കെ,
തീർന്നു. 3 പേരേ ഉള്ളൂ. നമ്മളെ ആൾക്കാർ സംബോധന ചെയ്യുന്നത് 3 രീതിയിലാണ്. തീർന്നോ? ഇല്ല, ഒരു പേരും കൂടിയുണ്ട്. 4ാമത് വേറൊരു പേരും കൂടിയുണ്ട്. നമ്മുടെ കയ്യിലിരിപ്പനുസരിച്ച് നാട്ടുകാർ നമ്മളെ വിളിക്കുന്ന വേറൊരു പേരും കൂടിയുണ്ട്. അപ്പം അനേകം പേരുകളാൽ സംബോധന ചെയ്യപ്പെടുകയാണ്, അല്ലേ? പക്ഷെ ദൈവത്തെ നോക്കി എല്ലാവർക്കും ഒരുപോലെ സംബോധന ചെയ്യുവാൻ കഴിയുന്ന ഒരു പേരാണ് പിതാവേ. ബാക്കിയുള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കുന്ന അഡ്ജക്റ്റീവ്സോ ആട്രിബ്യൂട്ട്സോ. 1-2 മാസമായ അല്ലെങ്കിൽ 1-2 വർഷമോ 1-2 വയസ്സുള്ള ഒരു പൈതൽ, 5-10 വയസ്സുള്ള ഒരു ബാലൻ ബാലിക, 20-30 വയസ്സുള്ള യുവാവ് യുവതി, 50-60 വയസ്സുള്ള ഒരു പുരുഷൻ ഒരു സ്ത്രീ, 90-100 വയസ്സുള്ള വൃദ്ധൻ വൃദ്ധ, അത് കറുത്തുകുപ്പായപ്പെട്ടവരായിക്കൊള്ളട്ടെ, തൊപ്പി വെച്ചവരായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, എല്ലാവരും ദൈവത്തെ നോക്കി വിളിക്കുന്ന ഒരു പേരാണ് എന്താ? പിതാവേ. നമ്മെ പല രീതിയിൽ, നമ്മുടെ പ്രായമനുസരിച്ച് മറ്റു പലരും നമ്മെ പല രീതിയിൽ സംബോധന ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തെ നോക്കിക്കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ സംബോധന ചെയ്യുവാൻ കഴിയുന്ന ഒരു വാക്കാണ് പിതാവേ. അതുകൊണ്ടാണ് കർത്താവ് കർത്തൃപ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഒന്ന് പിതാവേ എന്ന് സംബോധന ചെയ്യുവാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവേ എന്ന് ചൊല്ലുമ്പോൾ ചെറുതും വലുതും, അപ്പുറം നിൽക്കുന്നവനും ഇപ്പുറം നിൽക്കുന്നവനും ഇടത്ത് നിൽക്കുന്നവനും വലു നിൽക്കുന്നവനും സ്ത്രീയും പുരുഷനും അച്ഛനും മെത്രാച്ചനും എല്ലാവരും ദൈവത്തെ നോക്കി വിളിക്കുന്ന പേരാണ് പിതാവേ. അപ്പൊ ദൈവം മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു സമത്വം അവിടെയുണ്ട്. ദൈവത്തെ പേര് ചൊല്ലി വിളിക്കുന്നതിലുള്ള സമത്വം, ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥനയിലുള്ള സമത്വം. അതുകൊണ്ട് ഞാൻ പറയും, പിതാവേ എന്ന് വിളിക്കുമ്പോൾ ദൈവത്തെ നോക്കി ഞാനും നിങ്ങളും പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് സമത്വത്തിന്റെ പ്രഖ്യാപനം. എല്ലാവർക്കും ഒരുപോലെ ദൈവത്തെ നോക്കി പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ പ്രഖ്യാപനമാണ്, പ്രിയമുള്ളവരെ, സമത്വത്തിന്റെ പ്രഖ്യാപനം. രണ്ടാമതായി നാം പറഞ്ഞു ഞങ്ങളുടെ പിതാവേ. ഒന്ന് പിതാവേ, 2 ഞങ്ങളുടെ പിതാവേ. എന്റെ ചോദ്യം, സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്ന് പറഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? കർത്താവ് എന്താ അങ്ങനെ പഠിപ്പിക്കാതിരുന്നത്? സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്ന്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോ ഒരു ചെറിയ പ്രഖ്യാപനം, ചെറുതല്ല, ഒരു വലിയ പ്രഖ്യാപനം നിങ്ങൾ നടത്തുകയാണ്. ഞാനും എൻ്റെ മാതാവും സഹോദരനും കൂടി തിരുവനന്തപുരം വരെ പോയി എന്ന് വിചാരിക്കുക. ഒരപരിചിതനായ മനുഷ്യനെ കണ്ടു. ഉടനെ അവൻ ചോദിച്ചു, ഇതാരാണ്? ഉടനെ ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ അമ്മയാണ്. ഞാൻ എന്താ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ അമ്മയാണെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് മനസ്സിലായി ഞാനും ഇവനും സഹോദരങ്ങളാണെന്ന്, അല്ലേ? ഞങ്ങളുടെ അമ്മയാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ സഹോദരങ്ങളാണെന്ന് മനസ്സിലായി. ഇത്ര ലോജിക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അടുത്ത് നിൽക്കുന്നവനും എന്താണ്? സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറയും, ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ അത് സാഹോദര്യത്തെ പ്രഖ്യാപിക്കുകയാണ്. ഒന്ന്, പിതാവേ സമത്വത്തെ പ്രഖ്യാപിക്കുന്നു. 2, ഞങ്ങളുടെ പിതാവേ സാഹോദര്യത്തെ പ്രഖ്യാപിക്കുകയാണ്. എത്ര അർത്ഥവത്തായിട്ടാ തമ്പുരാൻ നമ്മെ ഈ 3 വാക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും ചൊല്ലുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പൊ എന്റെ ചോദ്യം, ദൈവം എവിടെയാ ഇരിക്കുന്നത്? ദൈവത്തിന്റെ സ്ഥാനം എവിടെയാ? 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 പല ഉത്തരം നമുക്ക് കിട്ടും. നിങ്ങൾ താണ്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗത്തിലാണെന്ന്. ഞാനും ഈ അച്ഛനും ഒക്കെ പറയും പള്ളിയിലുണ്ട്, ത്രോണോസിലുണ്ട്, ഉള്ളിലുണ്ട്. അപ്പൊ എവിടെയോ ഒരു വൈരുദ്ധ്യാത്മകത. 2 വാക്കുകൾ നിങ്ങൾ ഓർത്തു. യു ഹാവ് ടു റിമെമ്പർ 2 ക്വസ്റ്റ്യൻ വേർഡ്സ്. ഒന്ന്, ഹൂ ഈസ് യുവർ ഗോഡ് ആൻഡ് വേർ ഈസ് യുവർ ഗോഡ്. ആരാണ് നിന്റെ ദൈവം? എവിടെയാണ് നിന്റെ ദൈവം? ആരാണ് നിന്റെ ദൈവം എന്നുള്ളതിന്റെ ഉത്തരമാണ് സ്വർഗസ്ഥൻ. ഇത് പഠിപ്പിക്കുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഇത് പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ആൾ ദൈവങ്ങളുടെ ഒരു ബഹുലതയുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അനേകം ദൈവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ചത്, ഈ ലോകത്തിലുള്ളവൻ ആരുമല്ല നിന്റെ ദൈവം, ഉയരങ്ങളിലുള്ളവനാ, സ്വർഗത്തിലുള്ളവനാ, അവനാണ് നിന്റെ ദൈവമെന്ന് കർത്താവ് പഠിപ്പിക്കുവാൻ കാരണം അതാ. 2, വെയർ ഈസ് യുവർ ഗോഡ്.
എവിടെയാണ് നിന്റെ ഉള്ളിൽ ഈ ദേവാലയത്തിൽ, ആലയത്തിൽ? ഹു ഈസ് യുവർ ഗോഡ്? ആരാണ് നിന്റെ ദൈവം? സ്വർഗസ്ഥൻ. ആൻഡ് വേർ ഈസ് യുവർ ഗോഡ്? നിന്റെ ദൈവം നിന്റെ ഹൃദയത്തിൽ, ഈ ദേവാലയത്തിൽ, വിശുദ്ധ ആലയത്തിൽ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ, ഓരോ പ്രാർത്ഥനയും നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ കഴിയണം, ദൈവമേ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാം, അത് സമത്വത്തിന്റെ പ്രഖ്യാപനത്തെ പ്രഖ്യാപിക്കുകയാം, സാഹോദര്യത്തിന്റെ പ്രഖ്യാപനത്തെ പ്രഖ്യാപിക്കുകയാം. ഉയരങ്ങളുള്ളവൻ മാത്രമാണ് എൻ്റെ ദൈവമെന്ന് ഉറച്ചു പ്രഖ്യാപിക്കാൻ പ്രഖ്യാപനമാണ് പ്രിയമുള്ളവരെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അങ്ങനെയാണ് ദൈവത്തോട് ദൈവ സംസർഗം രൂപപ്പെടുത്തുവാൻ കഴിയേണ്ടത്. പ്രഖ്യാപനങ്ങൾ നിർവഹിച്ചാണ് ദൈവത്തോട് ഇഴുകിച്ചേരുവാൻ കഴിയേണ്ടത്. കൂട്ടത്തിൽ നിന്നും കൂട്ടായ്മയിലേക്കുള്ള പ്രയാണം നടത്തി ദൈവത്തോട് ചേരുവാൻ കഴിയണം. 2, ദൈവമേ നീ മാത്രമാകുന്നു എൻ്റെ പിതാവെന്ന് സംബോധന ചെയ്ത് ദൈവസന്നദ്ധിയിൽ ദൈവ സംസർഗത്തെ നിർവഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. 3-ാമതായിട്ട്, ഈ ദൈവ സംസർഗത്തിൽ എന്താണ് എനിക്ക് നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ കഴിയേണ്ടത് എന്ന് കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 75-ാം വാക്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 26-ാം അധ്യായം 75-ാം വാക്യം. അവിടെ ഇപ്രകാരം ഞാൻ നിങ്ങൾ വായിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 75-ാം വാക്യം. അവിടെ പത്രോസിനെ പറ്റിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസ് ചിലതൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗവും വാക്യവുമാണ് വിശുദ്ധ മത്തായി 26-ന്റെ 75-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്രകാരമാണ് അവിടെ വായിക്കുന്നത്: എന്നാറെ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. പത്രോസ് പുറത്തുപോയി അതിദുഃഖത്തോടെ കരയുന്ന വേദഭാഗം. പത്രോസ് എന്തിനാ കരഞ്ഞതെന്ന് പറയാമോ? എന്ന് പറഞ്ഞാൽ ദൈവ സംസർഗത്തിൽ ഞാൻ നിങ്ങൾ സമർപ്പിക്കേണ്ടത് എന്താണ് എന്ന് പത്രോസ് തന്റെ ജീവിതത്തിലൂടെ നമ്മോട് പറയാതെ പറയുകയാണ്. എന്താണെന്നറിയാമോ? കണ്ണുനീർ. Tears are the lenses through which we can see Christ. ക്രിസ്തുവിനെ കാണുവാനായിട്ടുള്ള കണ്ണാടിയാണ് കണ്ണുനീരുകൾ. ഇവിടെ ഇതാ പത്രോസ് ക്രിസ്തുവിനെ കാണുവാനായിട്ടുള്ള കണ്ണാടിയായി കണ്ണുനീരിനെ സമർപ്പിക്കുകയാണ്. പത്രോസ് കരയുവാനായിട്ട് ചില കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പത്രോസിന്റെ കണ്ണുനീർ വ്യർത്ഥമായി തീർന്നോ, അതോ പത്രോസിന്റെ കണ്ണുനീർ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയോ? Was there any alterations? Was there any change with his tears? അവന്റെ കണ്ണുനീര് കാരണം എന്തെങ്കിലും വ്യത്യാസവും വ്യതിയാനവും ഉണ്ടാകുവാൻ ഇടയായി തീരുന്നോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. പത്രോസ് എന്തിനാ കരഞ്ഞതെന്നറിയാമോ? പല ഉത്തരങ്ങൾ നമുക്കുണ്ടാകാം. പത്രോസ് കരയുവാൻ 3 കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ വായിക്കണ്ട. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പത്രോസും കൂട്ടരും കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുകയാണ്. കർത്താവ് പ്രാർത്ഥിക്കുവാൻ ഗെത്സമന തോട്ടത്തിലേക്ക് പോയി. അവൻ പ്രാർത്ഥിക്കുകയാ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ. പക്ഷെ എന്താ സംഭവിച്ചത്? പത്രോസ് ഉറങ്ങിപ്പോകുകയാണ്. വിശ്വാസത്തിന്റെ ആഴത്തെ നഷ്ടപ്പെടുത്തി. കർത്താവ് ഇറങ്ങി വന്നു, അവനോട് പറഞ്ഞു, പത്രോസേ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. 3 തവണയും പറഞ്ഞു. പക്ഷെ പത്രോസ് ഉറങ്ങിപ്പോകുകയാണ്. പത്രോസ് കരയുവാനായിട്ടുള്ള ഒന്നാമത്തെ കാരണം പത്രോസിന്റെ വിശ്വാസത്തിന്റെ ആഴം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അല്ലേ? പലപ്പോഴും പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോ ഉറക്കം വരുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പതിവ് തന്നെയാണ്. അതെല്ലാ ഭവനങ്ങളിലും അങ്ങനെ തന്നെയാണ്. വിശ്വാസത്തിന്റെ ആഴത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രയാണത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത്. പത്രോസിന്റെ വിശ്വാസത്തിന്റെ ആഴം എവിടെയോ നഷ്ടപ്പെടുത്തു പോകുകയാണ്. 2ാമത് പത്രോസ് കരയുവാൻ മറ്റൊരു കാരണമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 33-ാം വാക്യം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആരൊക്കെ നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല.
പത്രോസ് അവനോട്, ആരൊക്കെ നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. പക്ഷെ ആദ്യം തള്ളി പറഞ്ഞത് ആരാ? പത്രോസ്. അപ്പൊ രണ്ടാമത്തെ കാരണം, അവനൊരു പ്രഖ്യാപനമൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും ഈ പ്രഖ്യാപനം പാഴ്വാക്കായിപ്പോയി, അല്ലേ? ഒന്ന്, വിശ്വാസത്തിന്റെ ആഴം നഷ്ടപ്പെട്ടത് ഓർത്തവൻ കരഞ്ഞു. രണ്ട്, പ്രഖ്യാപനം പാഴ്വാക്കായി പോയത് ഓർത്ത് അവൻ കരഞ്ഞു. മൂന്നാമതായിട്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 54-ാം വാക്യത്തിൽ, അവിടെ മഹാപുരോഹിതന്റെ ഭവനത്തിലേക്ക് പത്രോസിനെ കൊണ്ടുപോകുമ്പോൾ വേദപുസ്തകം ഇപ്രകാരം രേഖപ്പെടുത്തുന്നു, പത്രോസും അകലം വിട്ട് പിൻചെന്നു. പത്രോസും അകലം വിട്ട് പിൻചെന്നു. പ്രിയമുള്ളവരെ, എന്റെ ചോദ്യം, പത്രോസ് അകലം വിട്ട് നടക്കേണ്ടവനാണോ? ഒരിക്കലുമല്ല. പത്രോസ് കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കേണ്ടവനാ. പക്ഷെ കർത്താവിനൊരു പ്രതിസന്ധി ഉണ്ടായപ്പോ പത്രോസ് ദൂരെ മാറി നടക്കുകയാ. സത്യസന്ധത നഷ്ടപ്പെട്ടു പോകുകയാ. വിശ്വാസത്തിന്റെ ആഴം നഷ്ടപ്പെട്ടതോർത്ത് പത്രോസ് കരഞ്ഞു. രണ്ട്, അവൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനം പാഴ്വാക്കായി പോയത് ഓർത്ത് കരഞ്ഞു. മൂന്ന്, അവന്റെ ഉള്ളിലെ സത്യസന്ധത നഷ്ടപ്പെട്ടതോർത്ത് കരഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പത്രോസ് കരയുകയാണ്. പക്ഷേ പത്രോസിന്റെ കണ്ണുനീരിനെ തമ്പുരാൻ ഏറ്റെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തോട് ഇഴുകിച്ചേരുവാൻ, കൂട്ടത്തിൽ നിന്ന് കൂട്ടായ്മയിലേക്ക് അവൻ പ്രവേശിക്കുവാൻ ശ്രമിച്ചപ്പോ പത്രോസിന്റെ കണ്ണുനീര് തമ്പുരാൻ ഏറ്റെടുക്കുകയാ. 3 പ്രാവശ്യം അവൻ തള്ളിപ്പറഞ്ഞുവെങ്കിൽ അതേ നാവ് കൊണ്ട് 3 പ്രാവശ്യം അവനെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കുകയാ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിനോട് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉടനെ അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. 3 തവണയും അവൻ പറയുകയാ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. 3 പ്രാവശ്യം തള്ളി പറഞ്ഞുവെങ്കിൽ കണ്ണുനീര് മാധ്യമമായി നിന്ന് 3 തവണയും പത്രോസ് തമ്പുരാനെ ഏറ്റുപറയുകയാണ്. ഒടുവിൽ 18, 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ പല കാര്യങ്ങളും അവനെ ഭരമേൽപ്പിക്കുകയാം. ഉത്തരവാദിത്തത്തെ ഭരമേൽപ്പിക്കുകയാം. നീ എൻ്റെ ആടുകളെ മേയിക്കുക, നീ എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക. നോക്കിക്കേ, കണ്ണുനീരിന്റെ അർത്ഥം എത്ര ആഴമുള്ളതാ പ്രിയമുള്ളവരെ. ഉത്തരവാദിത്തങ്ങളെ പോലും ഭരമേൽപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം പത്രോസിനിടയായി എന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണുനീരിന്റെ ആഴമാണ് അപ്രകാരം അവന് മാറിത്തീരുവാനിടയായി തീരുന്നത്. പത്രോസ് വെൺമാടത്തിൽ കയറി പ്രാർത്ഥിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുകയും ചെയ്യുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം അവന്റെ കണ്ണുനീര് ഇടയായി തീർന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നോക്കിക്കേ, എത്ര അർത്ഥവത്തായിട്ട് പത്രോസിന്റെ അഡ്രസ് പോലും, പത്രോസിന്റെ മേൽവിലാസത്തിന് പോലും വ്യത്യാസമുണ്ടാവുകയാ. പ്രിയമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം പ്രതിസന്ധികളെ മുഴുവനും അത് അനുകൂലമാക്കി തീർക്കുവാൻ ഇടയാക്കി തരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏലിയാവിനെ നമുക്കറിയാം. ഏലിയാവിന് അപ്പവും ഇറച്ചിയും കൊണ്ടു കൊടുക്കുന്നത് ഒരു കാക്കയാണ്. എന്താണ് കാക്കയുടെ പ്രത്യേകത? കയ്യിലുള്ളതിനെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന ജീവിയാ കാക്ക. നെയ്യപ്പം തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന ജീവിയെ പറ്റി കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന ഒന്നിനെ കൊണ്ടു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള മാധ്യമമായി തമ്പുരാൻ മാറ്റിയെങ്കിൽ പ്രതിസന്ധികളെ പരിഹാരമാക്കി തീർക്കുവാൻ തക്കവണ്ണം നമ്മുടെ മുൻപിൽ ദൈവമുണ്ട് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കണം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ കണ്ണീരിനോടുകൂടി ദൈവസന്നിധിയിൽ അഭയാചനകൾ കഴിക്കുവാൻ, ദൈവമേ വലിയൊരു പ്രതിസന്ധി വന്നിട്ടുണ്ടെന്ന് പറയുന്നതിലുപരിയായി, ഹേയ് പ്രോബ്ലം, ഐ ഹാവ് എ ബിഗ് ഗോഡ്, അല്ലയോ പ്രശ്നമേ, എനിക്ക് വലിയൊരു ദൈവമുണ്ട് എന്ന് പ്രശ്നത്തെ നോക്കി പറയുവാൻ എപ്പോഴാണോ നിനക്ക് സാധ്യമാകുക, അവിടെയാണ് നിനക്ക് വിജയിക്കുവാനായിട്ട് കഴിയുക. ആഴങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് കടന്നു വരുവാൻ കഴിയുക. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകൾ പ്രതിപാദിക്കുന്നുണ്ട്. 1, നഷ്ടപ്പെട്ട ആടിന്റെ ഉപമ. 2, നഷ്ടപ്പെട്ട ദ്രഹ്മയുടെ ഉപമ. 3, നഷ്ടപ്പെട്ട പുത്രന്റെ മുടിയനായ പുത്രൻ. നമ്മൾ വിചാരിക്കും, പക്ഷേ മുടിയൻ എന്ന വാക്ക് വേദപുസ്തകത്തിലില്ല. നാം പറയും ഒരു പ്രാസ ഒപ്പിച്ച് ഞാനങ്ങ് പറയുകയാ, നഷ്ടപ്പെട്ട മകന്റെ ഉപമ. ഈ മകൻ എന്താ ചെയ്തത്? അപ്പനോട് പറഞ്ഞു, അപ്പാ എനിക്കുള്ളത് മുഴുവൻ ഇങ്ങ് തന്നോളൂ.
പലസ്തീൻ നാടുകളിൽ അന്നത്തെ കാലഘട്ടത്തിൽ അപ്പൻ മരിച്ചിട്ടില്ലാതെ ഒരു മകനും മകളും ഓഹരി ചോദിക്കുകയില്ല. ഇന്നാണല്ലോ അപ്പനും അമ്മയും മരിക്കുന്നതിന് മുൻപ് വില്ലെഴുതിയിട്ട് മരിക്കുവാൻ വേണ്ടി വെന്റിലേറ്ററിലേക്ക് പോകുന്നത്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അപ്പനും അമ്മയും മരിച്ചിട്ടില്ലാതെ വീതം വെപ്പില്ല, ഓഹരി ചോദിക്കുകയില്ല. ഈ മകൻ പറഞ്ഞു, അപ്പാ എനിക്കുള്ളതെല്ലാം തന്നോളൂ എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ മകന്റെ മനസ്സിൽ നിന്നും ഈ അപ്പൻ മരിച്ചുപോയി. പക്ഷേ പ്രിയമുള്ളവരെ, അവൻ പോകുന്നു പന്നിക്കൂട്ടിലേക്ക്. തിരികെ വരുമ്പോൾ ആദ്യം സ്വീകരിക്കുന്നത് ആരാണ്? അപ്പൻ. അപ്പന്റെ മനസ്സിൽ നിന്നും ഈ മകൻ മരിച്ചില്ല. പ്രിയമുള്ളവരെ, അപ്പനും അമ്മയും ജീവിച്ചിരിക്കെ പല മക്കളുടെയും മനസ്സിൽ നിന്നും അപ്പനും അമ്മയും ഇന്ന് മരിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരപ്പന്റെയും അമ്മയുടെയും മനസ്സിൽ നിന്നും ഒരു മകനും മരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അതാണ് അബ്ബാ പിതാവേ എന്ന പുത്രത്വ അവകാശം. ഈ പുത്രത്വ അവകാശമാണ് ദൈവവും നാമും തമ്മിലുള്ളത്. ഈ പുത്രത്വ അവകാശമാണ് ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഈ പുത്രത്വ അവകാശമാണ് ദൈവത്തോട് ഇഴുകിച്ചേരുവാൻ നമ്മെ സന്നദ്ധരാക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവ സംസർഗത്തിന്റെ ആഴം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിലെ 3 സന്ദർഭങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുവെന്ന് മാത്രം. ചുങ്കക്കാരനെ പോലെ കൂട്ടത്തിന്റെ അടിമത്തത്തിൽ നിന്നും കൂട്ടായ്മയുടെ ധ്വനിയിലേക്കുള്ള ഒരു മാറ്റമായിരിക്കണം ദൈവ സംസർഗം എന്ന് പറയുന്നത്. 2, ദൈവസന്നിധിയിൽ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളുടെ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉയരത്തിലുള്ളവൻ മാത്രമാകുന്ന ദൈവം എന്ന് പറയുന്ന പ്രഖ്യാപനത്തിന്റെയും ആഴമാകുന്ന തലം. 3, കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ നാം ആയിത്തീർന്നാൽ നമ്മുടെ മേൽവിലാസം പോലും വ്യത്യാസപ്പെടുത്തുവാൻ കഴിവുള്ളവനായ ഒരു ദൈവമുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തെ നമുക്ക് നൽകുന്നതാകണം ദൈവത്തോടുള്ള ആത്മാർത്ഥതയും ദൈവ സംസർഗവും. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ പെരുന്നാളിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ഈ ബോധ്യം നമ്മൾ ഉണ്ടാകുവാൻ തക്കവണ്ണം വരെ ആയിത്തീരട്ടെ. നമുക്ക് സുപരിചിതമാകുന്ന 3 വേദഭാഗങ്ങൾ ലളിതമായിട്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. അങ്ങനെ കണ്ണുനീരോടുകൂടി ദൈവത്തെ ധ്യാനിക്കുവാൻ, ദൈവത്തോടൊഴുകി ചേരുവാൻ സർവശക്തൻ ഈ പെരുന്നാളിൽ പരിശുദ്ധ സകതായെ പോലെ ചുറ്റുപാടുകൾക്ക് സുഗന്ധത്തെ നൽകുവാൻ തക്കവണ്ണം, ചടുലമാകുന്ന ചലനാത്മകതയോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാവരെയും യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എനിക്ക് നൽകിയിരിക്കുന്ന സമയവും ഇവിടെ അവസാനിക്കുകയാണ്. പ്രത്യേകാൽ വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം സർവശക്തൻ ഇടയാക്കിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രത്യേകാൽ എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഏറ്റവും ആധുനികനായ ബേസിൽ അച്ഛനോടും കൂടാതെ ശ്രേഷ്ഠരായ വൈദികരോടും പ്രത്യേകാൽ എന്നെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ വചനത്തിൻ്റെ പരിധിയിലായിരുന്ന ഏവരുടെയുമുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിച്ച് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.